ഡീഗോ ഗാർഷ്യ ദ്വീപ് വിട്ടു നൽകണമെന്ന് മൊറീഷ്യസ് ആവശ്യപ്പെട്ടു. 1968 രാജ്യം സ്വതന്ത്രമാകുന്നതോടനുബന്ധിച്ച് ഈ മേഖല വിട്ടു നൽകാതെ പിടിച്ചു നിർത്തുകയായിരുന്നു ബ്രിട്ടൻ ചെയ്തത്. പിന്നീട് രണ്ടാം ലോക യുദ്ധമൊക്കെ കഴിഞ്ഞതോടുകൂടി അമേരിക്കയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക താവളമായിട്ട് അത് ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ്, അത് വിട്ടുതരണമെന്ന് മൊറീഷ്യസ് ആവശ്യപ്പെട്ടു. ഇത് ആദ്യമൊന്നല്ല, പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മൊറീഷ്യസ് എന്ന് പറഞ്ഞതോടുകൂടി വലിയ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയാണ്. മൊറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി നവീൻ ഡെങ്കുലയാണ് ഈ കാര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോടും അമേരിക്കയുടെ പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൈഡനോടും തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അവർ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ദ്വീപുള്ളത്. 44 സ്ക്വയർ കിലോമീറ്റർ 174 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ദ്വീപിൻ്റെ അതിർത്തി ഭാഗങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ പല രാജ്യങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് അമേരിക്ക വയ്യാതെ കൂടിയിരിക്കുന്നത്. മാലദ്വീപും ശ്രീലങ്കയുമാണ് അടുത്തിരിക്കുന്ന രാജ്യമായിട്ട് കാണുന്നത്. ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ്, തായ്വാന്, ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, യമൻ, സോമാലിയ ഈ മേഖലയൊക്കെ നിരീക്ഷണം നടത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും എന്നതിനാൽ ഇത് വിട്ടുകൊടുക്കാനുള്ള സാധ്യത തീരെ കുറവായിട്ടും വിലയിരുത്തുന്നു.